ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അറഫ്ത സീരീസിലെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വൈകിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മേജനെയാണ്. അവൾക്ക് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ ചുറ്റും ഹൈദറും അമ്മയും എല്ലാവരും ഉണ്ട്. ഹൈദർ അവളോട് പറയും, നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഞങ്ങളൊന്ന് വിളിച്ചുകൂടായിരുന്നു, ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വരുമായിരുന്നല്ലോ. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, എൻ്റെ കൂടെ അദേശം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവരവിടെ നിന്ന് കുറച്ചു നേരം സംസാരിച്ചിട്ട് അവരൊക്കെ അവിടെ നിന്ന് പോകും. അതിനുശേഷം മേജനും ദമയത്ത് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അദേശം വരുന്നത്. അദേശിനെ കാണുമ്പോൾ ദമയത്ത് നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. അദേശം മേജനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ മേജന് ഒരുപാട് വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. മേജന് അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്ന് കരയാണ്. മേജന് ഇങ്ങനെ കിടന്ന് കരയുന്നത് കാണുമ്പോൾ അദേശം എന്തോ പോലെയാവും. അങ്ങനെ അവൻ അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയാണ്. മേജൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവൾ അവിടേക്ക് വരുന്നത്. ആസ്ലിക്കാണെങ്കിൽ മേജനോട് നല്ല ദേഷ്യമാണ്. ആ റൂമിലാണെങ്കിൽ വേറെ ആരുമില്ല, മേജനാണെങ്കിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇതെല്ലാം കൂടി ആകുമ്പോൾ അവളുടെ ഉള്ളിലുള്ള ഒരു ദേഷ്യം മേജനെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അവൾ മേജൻ്റെ അടുത്തേക്ക് അവളെ കൊല്ലാൻ വേണ്ടി വരുമായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവൾ ബോധത്തിലേക്ക് വരുന്നത്. ഞാനിപ്പോൾ എന്തായി ചെയ്യാൻ പോകുന്നത്? ഇപ്പോഴല്ല, അതിനെല്ലാം അതിൻ്റെതായ സമയമുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് ഡോർ തുറന്ന് അദേശ് വരുന്നത്. അദേശിനെ കാണുമ്പോൾ ആസ്ലി ആകെ ഷോക്കാവാണ്. അദേശ് ചോദിക്കും, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ ആസ്ലി അവളുടെ കയ്യിലിരിക്കുന്ന കുക്കീസ് അദേശിന് നേരെ നീട്ടാണ്. ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടി വന്നതാണ്, നിന്നെ ഇവിടെ കാണാത്തോണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ നിൽക്കുകയായിരുന്നു എന്നും പറഞ്ഞ് അവൾ ആ കുക്കീസ് അവൻ്റെ കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് വേഗം പോകും. അതിനുശേഷം അദേശ് മേജൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൾ വേർക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അദേശ് ഒരു കർച്ചീഫിൽ വെള്ളം നിറച്ചുകൊണ്ട് തന്നെ അവളുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം അവളുടെ നെറ്റിയിലെല്ലാം അത് തോത്തി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് മേജൻ പെട്ടെന്ന് ഉണരാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അദേശ് പറയും, നിന്റെ പനിയെല്ലാം മാറിയെന്നാണ് തോന്നുന്നത്, നിനക്കിപ്പോൾ വേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നത്? എൻ്റെ ഹെൽത്ത് എല്ലാം പഴയ പോലെ ആയല്ലേ, നിങ്ങൾക്ക് എന്നെ ഒന്നുകൂടി ടോർച്ചർ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ അദേശ് അവളോട് പറയും, എൻ്റെത് എന്താണോ അതിനെല്ലാം എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞ് അദേശ് അവൾക്ക് മരുന്നെടുത്ത് കൊടുക്കുകയായിരിക്കും. ഇത് കാണുമ്പോൾ മേജൻ പറയും, അതിന് ഞാൻ ഒരിക്കലും നിങ്ങളുടേതല്ല, ഒരിക്കലും ഇനി നിങ്ങളുടേതാവാനും പോകുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അദേശ് ആ ഗുളികയെല്ലാം അവിടെ വെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അവൻ പോകുന്നതിന് മുൻപായിട്ട് ജമാൽ അവന് കൊണ്ടുകൊടുത്ത മുറാത്തിൻ്റെയും ആ ഗേളിൻ്റെയും ഫോട്ടോ അവളുടെ ബെഡിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് അവൻ പോകുന്നത്. അങ്ങനെ അവൻ വീടിന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും നസീർ അങ്ങോട്ട് വരുന്നത്. ഇത് കാണുമ്പോൾ അദേശ് പറയും, നിനക്കിപ്പോൾ കിട്ടിയതൊന്നും മതിയായില്ലേ, നിന്നോട് ഞാൻ ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇനി എന്താണ് നിനക്ക് വേണ്ടത് എന്ന് അവൻ ചോദിക്കുമ്പോൾ നസീർ പറയും, ഞാനിവിടെ എന്തിനാണ് വന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ, നീ എന്തിനാണ് ആ വീഡിയോ നിന്റെ ഫോണിലേക്ക് അയച്ചത്? ഇത് കേൾക്കുമ്പോൾ അദേശ് പറയും, ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് അയച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടാൽ മതി, അതെങ്ങാനും പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിരുന്നെങ്കിൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ പറയേണ്ടി വരില്ലല്ലോ. ഇതെല്ലാം കേൾക്കുമ്പോൾ നസീറിന് നല്ല ദേഷ്യം വരും. നീ മര്യാദക്ക് ആ വീഡിയോ നിന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഇത് കേൾക്കുമ്പോൾ അദേശിന് നല്ല ചിരി വരികയാണ്. നീ ആരാണെന്ന് എനിക്കിപ്പോൾ തന്നെ മനസ്സിലായി, സ്വന്തം ഫോണിൽ ഒരു വീഡിയോ പോലും സൂക്ഷിക്കാൻ പറ്റാത്ത നീയാണോ എന്നെ പാഠം പഠിപ്പിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പറഞ്ഞയക്കാണ് അദേശ്. അങ്ങനെ അദേശ് മുകളിലേക്ക് വരുമ്പോൾ മേജൻ അവൻ അവിടെ വെച്ച ഫോട്ടോ നോക്കി നിൽക്കുന്നുണ്ടാവും. മേജൻ അദേശിനെ കാണുമ്പോൾ അവനോട് ചോദിക്കും, നീ എന്താ നീ പറഞ്ഞ കാര്യമെല്ലാം ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വേണമെങ്കിലും പോവല്ലേ? ഇത് കേൾക്കുമ്പോൾ അദേശ് പറയും, ഞാൻ ഒരിക്കലും എൻ്റെ കാര്യം ഒരാൾക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാറൊന്നുമില്ല. അങ്ങനെ മേജൻ അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോൾ അവൾ വീഴാൻ പോകും. അപ്പോൾ അദേശ് അവളെ പിടിച്ചിട്ട് പറയും, നീ ഇപ്പോൾ തീരെ ഓക്കെ അല്ല, നീ നിന്റെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുക്ക്, അല്ലാതെ ഈ അവസ്ഥയിൽ എനിക്ക് നീയായിട്ട് ഇങ്ങനെ തർക്കിക്കാൻ പറ്റില്ല, ഞാൻ നിന്റെ കെയർ ടേക്കർ ഒന്നും അല്ലാന്ന് അദേശ് അവളോട് പറയും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. മേജൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അദേശ് അവളോട് ചോദിക്കും, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, നിനക്ക് എന്നെ കുറിച്ച് ആലോചിച്ച് വലിയ ടെൻഷനൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ വെറുതെ അങ്ങനെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അദേശ് അവിടെ നിന്ന് വാഷ്റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവനെ തള്ളി മാറ്റി വീണ്ടും അതേപോലെ തന്നെ വാഷ്റൂമിലേക്ക് കയറി വാതിലടക്കുകയാണ്. ഇത് കാണുമ്പോൾ അദേശിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത് ഞാൻ രണ്ടാമതായി നിന്നെ വാൺ ചെയ്യാം, ഇപ്പം നിനക്ക് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അദേശ് അവിടെ വെയിറ്റ് ചെയ്യാണ് അവളെ. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ ഫോണിൽ ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കി നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അദേശ് വരുന്നത്. ഇത് കാണുമ്പോൾ അവൾ വേഗം ആ ഫോൺ മറച്ചു പിടിക്കുകയാണ്. നീ എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നതെന്ന് അദേശ് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ലെന്ന് പറയും. ആ ഫോൺ മര്യാദയ്ക്ക് എൻ്റെ കയ്യിൽ താന്ന് പറഞ്ഞ് അദേശ് അത് വാങ്ങാൻ നിൽക്കുമ്പോൾ മേജൻ അത് കൊടുക്കില്ല. പക്ഷേ അദേശ് അവളെ പിടിച്ചു വെച്ച് ആ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുകയാണ്. അതിനുശേഷം അവൻ ആ ഫോട്ടോ കാണുമ്പോൾ അവളോട് പറയും, നിന്റെ സഹോദരൻ തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, എന്നിട്ടും നീ അവനെ പ്രൊട്ടക്ട് ചെയ്യാണ്, സത്യം പറഞ്ഞാൽ നീയും നിന്റെ കുടുംബക്കാരെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് മുറാത്തിനെയാണ്. അവൻ ആകെ ദേഷ്യം വന്ന് അദേശിനോട് സംസാരിക്കാൻ പോവായിരിക്കും. നീ വിചാരിക്കുന്ന പോലെയൊന്നല്ല, ഞാനതിൽ ഒന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം ഒരു ആക്സിഡന്റ് ആണ് എന്നെല്ലാം മുറാത്ത് അവനോട് പറയും. ഇതൊന്നും പ്രശ്നമാക്കരുത്, പോലീസിൽ അറിയിക്കരുത് എന്നെല്ലാം അവൻ അദേശിനോട് പറയുന്നുണ്ട്. പക്ഷേ അദേശ് അതൊന്നും കേൾക്കുന്നില്ല. തെറ്റ് ചെയ്തവന് എന്തായാലും ശിക്ഷ കിട്ടും തന്നെയാണ് അദേശ് പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മുറാത്തിന് നല്ല ദേഷ്യം വരികയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മേജൻ വരുന്നുണ്ട്.
അവൻ്റെ ദേഷ്യം കാണുമ്പോൾ ആദേശ് ചോദിക്കും, നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലേ? ഇതുപോലെ തന്നെ ആയിരുന്നു നീ ആ വീഡിയോയിലും. നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ മാത്രം അവൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഇത് കേൾക്കുമ്പോൾ മുറാത്ത് ദേഷ്യം പിടിച്ച് പറയും, അതെ എനിക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഞാൻ അവളോട് ഒരുപാട് തവണ പറഞ്ഞതാണ്, പക്ഷേ അവൾക്ക് ഈ ശിക്ഷ അർഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളോട് ഇങ്ങനെ ചെയ്തത് എന്ന് മുറാത്ത് പറയുന്നു. അപ്പോഴേക്കും അവിടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും എത്തിയിട്ടുണ്ടാവും. അവൻ അവളെ കൊന്നു തന്നെയാണെന്ന് അവൻ തന്നെ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ വിഷമാവാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹൈദർ അവനോട് ചോദിക്കും, ആദേശ് നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്തിനാണ് ഞങ്ങളുടെ ഫാമിലിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഇവൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവൾ മേജനെ നോക്കി പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ ഷോക്കായി നിൽക്കുകയാണ്. മേജൻ ആദേശിനോട് ഇവിടെ നിന്ന് പോവോ, ഞങ്ങളൊന്ന് ഒറ്റയ്ക്ക് വിടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ആദേശും അവൻ്റെ ഫാമിലിയും അവിടെ നിന്നും പോവും. ഇതെല്ലാം കേട്ട് മേജൻ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ ഇവൻ അവളെ കൊന്നതാണെന്ന്? എന്നിട്ട് നിങ്ങൾ വീണ്ടും എന്നിൽ നിന്നും സത്യം മറച്ചു വെച്ചു. ഞാൻ നിങ്ങളോട് ഒരു തവണ പറഞ്ഞതാണ് ഇനി എന്നെ ഇങ്ങനെ ചതിക്കാൻ പാടില്ലെന്ന്, പക്ഷേ നിങ്ങൾ വീണ്ടും എന്നോട് ഇങ്ങനെ ചതിച്ചു. എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മേജൻ അവളുടെ ഫാമിലിയോട് ഒരുപാട് വിഷമത്തോടെ പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മുറാത്ത് വീണ്ടും അവനെ ന്യായീകരിക്കാൻ നോക്കുമായിരിക്കും. പക്ഷേ മേജൻ ഇതെല്ലാം കേട്ട് നല്ല ദേഷ്യം വരികയാണ്. മതി, എല്ലാവരും നിർത്തിക്കോ, നിങ്ങളെല്ലാവരും കള്ളം കേട്ട് കേട്ട് എനിക്ക് മടുത്തു. ഇനി മുതൽ ഒരിക്കലും നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല. എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് തന്നെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് അതേഷിനെയാണ്. മുസൈൻ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. നീ എന്താണ് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അവൾക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത്? ഇതെല്ലാം നീ തന്നെ ഡീൽ ചെയ്യേണ്ടതല്ലേ? ആ മുറാത്തിനെ നീ തന്നെ പോലീസിനെ ഏൽപ്പിക്കണം എന്ന് മുസൈൻ പറയുന്നുണ്ട്. പക്ഷേ അതേഷ് വെയിറ്റ് ചെയ്യണം, ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല, അവൾ തന്നെ അവളുടെ സഹോദരനെ ജയിലിലേക്ക് അയക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ മുസൈൻ അതേഷിനോട് പറയും, നീ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയതുപോലെ എനിക്ക് തോന്നുകയാണ്. എൻ്റെ മുന്നിൽ പണ്ട് ഒരുപാട് പ്രതികാരദാഹിയായി നിന്നിരുന്ന താഹിറിനെ അല്ല ഞാനിപ്പോൾ കാണുന്നത്, ഇപ്പോൾ ഒരു ആദേശ് ഖറാനെയാണ് ഞാൻ കാണുന്നത്. ഇത് കേൾക്കുമ്പോൾ ആദേശ് അവൻ്റെ പഴയ കാലം ഓർക്കുകയാണ്. അവൻ ചെറുതായിരുന്ന സമയത്ത് അവൻ്റെ സഹോദരിയായ എയിലിൽ മരിച്ചപ്പോൾ അവൻ മുസൈനോട് പറയുന്നുണ്ട്, എന്തായാലും അവരോട് നമ്മൾ പ്രതികാരം വീട്ടിയിരിക്കും, എൻ്റെ സഹോദരിയെ കൊന്നവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ആലോചിക്കുമ്പോൾ അവൻ മുസൈനോട് പറയണം, ഒരിക്കലും ഞാൻ മാറിയിട്ടില്ല, ഞാനിപ്പോഴും ആ പഴയ താഹിർ തന്നെയാണ്. എൻ്റെ മനസ്സിൽ അവരുള്ള പ്രതികാരം ഒരു ഇഞ്ച് പോലും കുറഞ്ഞിട്ടില്ല, അവർക്കെല്ലാവർക്കും കണക്കിനുള്ളത് ഞാൻ തന്നെ കൊടുക്കും എന്നവൻ പറയാണ്. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ ഒരുപാട് വിഷമിച്ച് പുറത്തിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അവളുടെ അമ്മ വരുന്നത്. മോളെ, നീ ഒരിക്കലും നമ്മുടെ ഫാമിലിക്ക് എതിരായിട്ടൊരു തീരുമാനം എടുക്കാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും അവൻ നിന്റെ സഹോദരനല്ലേ, നിനക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അവനെതിരായിട്ടൊരു തീരുമാനം എടുക്കില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ന് അമ്മ പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ പറയും, അമ്മേ, ആ മരിച്ചുപോയ പെൺകുട്ടിക്കും ഇതുപോലെ ഒരു കുടുംബം ഉണ്ടായിരുന്നു, അതെല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടില്ലേ? ഇതിനെല്ലാം കാരണക്കാരൻ മുറാത്ത് തന്നെയല്ലേ? ഇതെല്ലാം കേൾക്കുമ്പോൾ അമ്മ പറയും, അവൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഇതിനെല്ലാം പകരമായി മുറാത്ത് ജയിലിലേക്ക് പോയാൽ അവർക്ക് നഷ്ടപ്പെട്ട മകളെ അവർക്ക് തിരിച്ചു കിട്ടുമോ? ഒരിക്കലുമില്ല. പക്ഷേ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. നീ ഒരിക്കലും തെറ്റായൊരു തീരുമാനം എടുക്കരുത്. മുറാത്ത് നിന്റെ സഹോദരനാണ്, എൻ്റെ മകനാണ്, അവനെ നമുക്ക് നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോകും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ വിഷമത്തോട് കൂടി നിൽക്കുകയാണ്. ഇതെല്ലാം ആലോചിച്ച് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവൾ ആദേശുമായിട്ട് കൂട്ടിമുട്ടുന്നത്. അവൾ ആദേശിനോട് പറയും, നിങ്ങൾ എന്തിനാണ് എല്ലാ തീരുമാനങ്ങളും എനിക്ക് തന്നെ വിട്ടുതന്നിരിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അവനെ പോലീസിൽ ഏൽപ്പിച്ചുകൂടായിരുന്നോ? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീയാണ് അന്ന് എൻ്റെ വർക്കിംഗ് റൂമിലേക്ക് എൻ്റെ അനുവാദം ഇല്ലാതെ കയറി എൻ്റെ ലാപ്ടോപ്പിലെ വീഡിയോ എടുത്ത് നോക്കിയത്, അതുകൊണ്ട് നീ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. അപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നീ തന്നെ അതിൻ്റെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കുന്നതല്ലേ നല്ലത്. ഇത് കേൾക്കുമ്പോൾ മേജൻ നല്ല ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അവളുടെ കൈ പിടിച്ചവൻ പറയാണ്, സത്യം പറഞ്ഞാൽ ഇവിടെ ഞാനല്ല നിന്നെ വേദനിപ്പിക്കുന്നത്, നിന്റെ സഹോദരൻ തന്നെയാണ്. അവനൊരു ചെറിയ പെൺകുട്ടിയെ കൊന്നു, എന്നിട്ട് അതെല്ലാം അവനൊരു സൂയിസൈഡാക്കി മാറ്റി. എന്നിട്ടിപ്പോൾ നീ തന്നെ ആ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ തന്നെ അതിലൊരു തീരുമാനം എടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. നീയും ഇപ്പോൾ അതുപോലൊരു പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തതുപോലെ നിന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ശരി എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പം മേജൻ പറയും, എന്നെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയെ കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഇത് കേൾക്കുമ്പോൾ ആദേശിന് നല്ല ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ നിന്നും മിണ്ടാതെ പോകും. അങ്ങനെ മേജൻ അവളുടെ റൂമിൽ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മുറാത്ത് വരുന്നത്. അവൻ അവനെക്കുറിച്ച് വീണ്ടും ന്യായീകരിക്കാൻ വരുമായിരിക്കും. നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, നിന്റെ സഹോദരൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് അവൻ അവളോട് ചോദിക്കും. അപ്പോൾ അവൾ പറയും, എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല, എൻ്റെ സഹോദരൻ എന്നാണ് ഇതുപോലൊരു മോശക്കാരനായി മാറിയത്? എനിക്കിപ്പോൾ നിന്നെ പേടിയാണ് മുറാത്ത്. നീ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതാക്കിയത്, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ എത്ര മനോഹരമായിട്ടാണ് നീ ജീവിതം ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മുറാത്ത് പറയും, നീ വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ എനിക്കൊരു പ്രശ്നമില്ലാത്തതുപോലെ പുറത്ത് കാണിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ ഞാൻ ഓരോ ദിവസവും നീറിയാണ് കഴിയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജന് മതിയാവും. ഇനി നീ ഒന്നും പറയണ്ട, ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയാണ് മേജൻ. മേജൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവൾ ലാപ്ടോപ്പ് തുറന്നു വെച്ച് അതിൽ മരിച്ചുപോയ പെൺകുട്ടിയും അവളുടെ അച്ഛനെയും നോക്കി നിൽക്കുകയാണ്. അവൾക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് വിഷമാവാണ്. അങ്ങനെ അതിൽ ആ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് തന്നെ അവൾ അവനെ കാണാൻ വേണ്ടി പോകുമായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ആദേശ് വരുന്നത്. നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മേജൻ അവളോടൊന്നും പറയുന്നില്ല. അത് നീ അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുകയാണ്.
നിൽക്കുകയായിരിക്കും. പക്ഷേ ആദേശ് അവളെ വീണ്ടും തടയും. മേജൻ പറയും, നിങ്ങൾക്ക് വേണ്ടതുപോലെയല്ലേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്, ഇനിയെങ്കിലും എന്നെ എൻ്റെ പാട്ടിനൊന്ന് വിട്ടൂടെ. ഇത് കേൾക്കുമ്പോൾ ആദേശ് അവളെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കും. അതിനുശേഷം അവൻ ആ ലാപ്ടോപ്പ് തുറന്നു നോക്കുമ്പോൾ അതിൽ അവൾ കണ്ടിരുന്ന ആ ഫോട്ടോ അവൻ കാണും. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവളുടെ പുറകെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനെയും മുറാത്തിനെയാണ്. അവർ തമ്മിൽ ഒരു വലിയ വഴക്ക് അവിടെ ഉണ്ടാവുകയാണ്. ഹൈദർ മുറാത്തിനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ എന്ത് ഉപകാരമാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അവൻ മുറാത്തിനെ ഇങ്ങനെ കളിയാക്കുമായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ മുറാത്തിന് നല്ല ദേഷ്യം വരും. എന്നെ ഇങ്ങനെ ഒരു രാക്ഷസനാക്കി മാറ്റിയത് നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും വിഷമിച്ച് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ ഫാദറിൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അയാൾക്ക് ഒരു റെസ്റ്റോറൻറ്റിലാണ് ജോലി. അങ്ങനെ അവൾ അവിടേക്ക് വന്ന് ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്യാണ്. ആ അച്ഛനെ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. അങ്ങനെ അയാൾ കിച്ചണിലേക്ക് പോകുമ്പോഴായിരിക്കും അവിടെ ആദേശ് നിൽക്കുന്നത് കാണുന്നത്. അവളുടെ ഫാദറുമായിട്ട് ആദേശിന് മുൻപ് തന്നെ പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ആദേശ് പറയും, നമ്മൾ തമ്മിൽ പരിചയമുള്ള കാര്യം ഒരിക്കലും മേജൻ അറിയാൻ പാടില്ല. അതിനുശേഷം അവൾ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അവൻ അറിയുമ്പോൾ അവൻ പറയും അവൾക്ക് കുറച്ച് ടോസ്റ്റ് ചെയ്തിരിക്കുന്ന ബ്രെഡാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ കുറച്ച് കരിഞ്ഞു പോയാലും കുഴപ്പമില്ല, അവൾക്കതാണ് ഇഷ്ടമെന്ന്. അതിനുശേഷം ആദേശ് മേജൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ മേജൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? മേജൻ പറയും, എനിക്കറിയില്ല, എനിക്ക് അവളുടെ അച്ഛനെ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി. അപ്പോഴാണ് ആദേശ് അവളുടെ പുറകിരിക്കുന്ന ഒരു ബോർഡിൽ ആദേശിൻ്റെയും ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും ഫോട്ടോ കാണും. ആദേശ് ഫോൺ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ പോയി ആ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹൈദറിനെയാണ്. ഹൈദറും നസീറും വീണ്ടും പ്ലാനുകൾ ഉണ്ടാക്കുകയാണ്. ഹൈദർ നസീറിനോട് പറയും, മുറാത്തിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം കാരണം അവനൊരിക്കലും ഇവിടെ നിൽക്കാൻ കഴിയില്ല, അവനെ ജയിലിലേക്ക് അയക്കാനും കഴിയില്ല, അതുകൊണ്ട് തന്നെ അവൻ്റെ പേരിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്നും അവൻ എത്രയും പെട്ടെന്ന് നാട് കടത്തണം, അത് ആരും അറിയാൻ പാടില്ല എന്നെല്ലാം നസീറിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം ജമാൽ അവിടെ നിന്നും ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ അച്ഛൻ മേജന് ഒരുപാട് ടോസ്റ്റ് ചെയ്ത് ആ സാൻഡ്വിച്ച് അവൾക്ക് കൊടുക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോസ്റ്റ് ചെയ്ത സാൻഡ്വിച്ച്. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അതിനും എനിക്കിഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ സാൻഡ്വിച്ച് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇത് കേൾക്കുമ്പോൾ ആദേശ് വേഗം ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി, ഇപ്പോൾ ഇതിൻ്റെ ചൂടാറിപ്പോവും, അതുകൊണ്ട് വേഗം കഴിച്ചോ എന്ന് പറയും. അപ്പോൾ അവളുടെ അച്ഛൻ അവരുടെ കൂടെ ഇരുന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. എൻ്റെ മരിച്ചുപോയ മകൾക്കും ഇതുപോലെ ടോസ്റ്റ് ചെയ്തിരിക്കുന്ന ബ്രെഡിൻ്റെ സാൻഡ്വിച്ച് ആയിരുന്നു അവൾക്കും ഇഷ്ടം. അങ്ങനെ അവിടെ വെച്ചിരിക്കുന്ന ആ അച്ഛൻ്റെയും മകളുടെയും ഫോട്ടോ നോക്കി അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മേജനോട് സംസാരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രകാശമായിരുന്നു എൻ്റെ മകൾ. അവളുടെ അമ്മ അവൾ ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു. പിന്നീട് അവളെ ഞാനാണ് കഷ്ടപ്പെട്ട് നോക്കിയത്. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവൾക്ക് ഒരുപാട് പഠിച്ച് വലിയൊരാളായി ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതെല്ലാം അവൻ ഇല്ലാതാക്കി. അവളെ എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തു. അതിനുശേഷം അവൻ അവളെ കൊന്നു. എന്നിട്ട് അതെല്ലാം വെറും ഒരു ആത്മഹത്യയാക്കി അവൻ മാറ്റി. എൻ്റെ മകൾ ഒരിക്കലും അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മകളെ കൊന്നവൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ജീവനോടെ കഴുത്ത് ഞെരിച്ച് കൊല്ലും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ ടെൻഷനാവാണ്. അവളെല്ലാം കേട്ട് ഒരുപാട് വിഷമിക്കുകയാണ്. അവൾക്ക് ഇതൊന്നും സഹിക്കാനാവാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അത് കാണുമ്പോൾ ആദേശും അവളുടെ പിറകെ വരുന്നുണ്ട്. അവൾ ഒരു സ്ഥലത്ത് മാറിയിരുന്ന് പൊട്ടിക്കരയാണ്. ഇതെല്ലാം കണ്ട് ആദേശ് അവിടേക്ക് വരികയാണ്. നോക്ക് മേജൻ, നീ കരയുന്നതൊന്ന് നിർത്ത്, എനിക്കിങ്ങനെ കരഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഇഷ്ടമില്ല. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, നിനക്കിപ്പോൾ സമാധാനമായില്ലേ ഞാൻ കരയുന്നത് കണ്ടിട്ട്? ഇനിയെങ്കിലും ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നുണ്ടോ? പക്ഷേ ആദേശ് അവിടെ നിന്നും പോവാതെ അവിടെ തന്നെ നിൽക്കും. ഇത് കാണുമ്പോൾ മേജന് ദേഷ്യം സങ്കടം എല്ലാം വന്ന് അവനെ തല്ലാണ്. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഒന്ന് പോയി തരുമോ എന്ന് പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റിയാണ്. അതിനുശേഷം ഒരുപാട് വിഷമമുള്ളതുകൊണ്ട് തന്നെ ആദേശിനെ തന്നെ കെട്ടിപ്പിടിച്ച് മേജൻ കരയാണ്. ഇതെല്ലാം കാണുമ്പോൾ ആദേശ് ഒരുപാട് വിഷമാവുന്നുണ്ട്. പക്ഷേ അവനൊന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം മേജൻ അവനോട് പറയും, ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവളുടെ അച്ഛൻ എൻ്റെ മുന്നിലിരുന്ന് അവളെക്കുറിച്ച് പറഞ്ഞ് കരയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും ഈ ഭാരം ഞാൻ ഇറക്കി വെക്കുക എന്നെല്ലാം പറഞ്ഞ് മേജൻ ഒരുപാട് വിഷമിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയാണ്. അവൾ ആരും ഇല്ലാത്ത നേരം നോക്കി ആദേശിൻ്റെ വർക്കിംഗ് റൂമിലേക്ക് കയറാണ്. അങ്ങനെ അവൻ്റെ ലാപ്ടോപ്പിൽ പാസ്വേഡ് എല്ലാം അടിച്ചുകൊണ്ട് തന്നെ അവൾ മുറാത്തിൻ്റെ ആ വീഡിയോ നോക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മുസൈൻ വരുന്നത്. ഈ വീഡിയോ കൊണ്ട് നമുക്കൊരാവശ്യമുണ്ടെന്ന് മുസൈൻ ആസ്ലിയോട് പറയാണ്. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയും മേജനെയാണ്. ആദേശും മേജനെയും കൊണ്ട് ഒരു ബീച്ച് സൈഡിലേക്ക് വന്നിരിക്കുകയായിരിക്കും. മേജൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇപ്പം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോൾ ആദേശ് പറയും, നിനക്കിപ്പോൾ ഇത് അത്യാവശ്യമാണ്, നിന്റെ മൈൻഡ് ഇപ്പം ആകെ വിഷമിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് കുറച്ചു നേരം നീ ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് ആദേശ് മേജനോട് പറയും. അതിനുശേഷം അവന് 2 ഫുഡ് ഓർഡർ ചെയ്യാണ്. ഇത് കാണുമ്പോൾ മേജൻ പറയും, എന്തിനാണിപ്പം, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ആദേശ് പറയും, ഇത് നമുക്ക് കഴിക്കാനുള്ള, നമുക്ക് ഇത് ഈ കടൽ കാക്കകൾക്ക് ഇട്ടുകൊടുക്കാം, അവർ കഴിച്ചോട്ടെ എന്ന് ആദേശ് പറയും. ഇത് കേൾക്കുമ്പോൾ മേജന് കുറച്ച് സമാധാനമാവും. അവൾ പറയും, ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഫുഡ് എടുത്ത് ഞാൻ പക്ഷികൾക്ക് കൊടുക്കുമായിരുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സമാധാനം കിട്ടും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. അപ്പോൾ മേജൻ പറയും, എനിക്കറിയാം ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നും, പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ആദേശിന് ഈ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. അവർ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് ആദേശും മേർജനും ഇതുപോലെ പക്ഷികൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കായിരുന്നു. ആ കാര്യം അവൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. അതിനുശേഷം മേർജൻ ആദേശിനോട് സംസാരിക്കും, എനിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ഹൃദയമുണ്ട്.
അത് നിങ്ങൾ എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയാലും എനിക്കത് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ നിങ്ങളപ്പോൾ വീണ്ടും നിങ്ങളുടെ ആ ക്രൂരമായ സ്വഭാവം പുറത്തേക്കിടും. നിങ്ങളിങ്ങനെ പുറമെ ക്രൂരമായിട്ട് കാണിക്കുന്നതിന് പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട് എന്നെല്ലാം എനിക്ക് തോന്നാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കേണ്ടി വന്നാലും ഇല്ലെങ്കിലും എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനത്തിൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ടവരെ തന്നെ ചിലപ്പോൾ വേദനിപ്പിക്കേണ്ടി വന്നേക്കാം. എങ്കിലും സത്യത്തിന്റെ കൂടെ മാത്രം വേണം നമ്മൾ എപ്പോഴും നിൽക്കാൻ. പിന്നീട് കാണിക്കുന്നത് മുറാത്തിനെയാണ്. അവൻ അച്ഛനോട് വഴക്കിട്ട് വിഷമിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമായിരിക്കും. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അത് നോക്കുമ്പോൾ അവൻ്റെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ലീക്ക് ആയിട്ടുണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ അവൻ ആകെ വിഷമാവാണ്. അവൻ്റെ മനസ്സിൽ എന്തോ ഒരു തീരുമാനം എടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയും മേജനെയാണ്. അവർ കാക്കകൾക്കെല്ലാം ഫുഡ് കൊടുത്തതിന് ശേഷം മേജൻ പറയും, ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു അവസാനം വരുത്തണ്ടേ. അതിനുശേഷം അവർ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് അവരുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. അവർ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ മുറാത്തിൻ്റെ വീഡിയോ ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ എങ്ങനെ എത്തിയെന്ന് ആലോചിച്ച് മേജൻ ആകെ ഷോക്ക് ആവുകയാണ്. ആദേശം പറയും, എനിക്കറിയില്ല, എന്തായാലും ഇതിപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ അവരാകെ ഷോക്ക് ആവുകയാണ്. എങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ആസ്ലിയും മുസൈനും ആയിരിക്കും. മുസൈനാണ് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തത്. പിന്നീട് കാണിക്കുന്നത് ആദേശിനെയും മേജനാണ്. അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുമ്പോൾ ഹൈദർ അവിടെ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയായിരിക്കും. ആദേശിനെ കാണുമ്പോൾ ഹൈദർ ആദേശിനോട് ചൂടാവും. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ തന്നെയല്ലേ ആ വീഡിയോ നിന്റെ അടുത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പിന്നിൽ നീ തന്നെയാണെന്ന് ഹൈദർ അവനെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ആദേശ് ഒന്നും മിണ്ടുന്നില്ല. മേജന്റെ അമ്മയാണെങ്കിൽ മേജന് തന്നെ വഴക്ക് പറയാണ്, ഇതിനെല്ലാം നീ തന്നെയാണ് കാരണം, നിന്നോട് അന്നേ ആ ബോട്ടിൽ കയറി നാടുവിടാൻ പറഞ്ഞതാണ്, പക്ഷേ നീ ഒരു സെൽഫിഷ് ആയതുകൊണ്ട് തന്നെ നീ അത് കേട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, ഇതെല്ലാം കാരണം നീയാണെന്ന് പറഞ്ഞ് അവർ മേജനെ കുറ്റം പറയായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വരികയാണ്. മതി, എല്ലാവരും അടച്ച് നിർത്തിക്കോ, ഇപ്പം എനിക്ക് അറിയേണ്ടത് മുറാത്ത് എവിടെ പോയെന്നാണ്. അവനെ നിങ്ങളെല്ലാവരും കൂടി എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ മേജനും ചോദിക്കും, അതെ, മുറാത്ത് എവിടെ പോയി? അവനെ എവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ഹൈദറും ഭാര്യയും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് ജമാൽ അവിടേക്ക് വരുന്നത്. ജമാലിന്റെ കൂടെ ആദേശ് പുറത്തേക്ക് പോയി അവരോട് സംസാരിക്കുകയായിരിക്കും. ജമാൽ പറയും, ഇതിന് പുറകിൽ എന്തായാലും ആ നസീർ തന്നെയായിരിക്കും, കാരണം നമ്മുടെ കയ്യിൽ നിന്നും ഈ വീഡിയോ എന്തായാലും ലീക്ക് ആയിട്ടില്ല. അപ്പോൾ ആദേശം പറയും, എനിക്ക് നസീറാണെന്ന് തോന്നുന്നില്ല, കാരണം അവൻ്റെ കയ്യിൽ ഈ വീഡിയോ ആദ്യം തന്നെ ഉണ്ടായിരുന്നു, അവനിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മുൻപ് തന്നെ ആവാമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇതിന് പുറകെ വേറെ ആരോ ആണ്, അതെന്തായാലും എത്ര പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോഴാണ് അവിടേക്ക് മേജൻ വരുന്നത്. മേജൻ വന്ന പാടെ തന്നെ ആദേശിനോട് ചൂടാവാണ്, നിനക്കിപ്പോൾ സമാധാനമായി കാണുമല്ലേ, അപ്പോൾ ഇതായിരുന്നു നിന്റെ പ്ലാൻ, ഈ വീഡിയോ എല്ലാം നീ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്? ഇത് കേൾക്കുമ്പോൾ ആദേശം ഒന്നും മിണ്ടുന്നില്ല. നിനക്കാരെയും പേടിയില്ല എന്നല്ലേ പറയുന്നത്, പിന്നെ എന്തിനാണ് നീ ഈ കാര്യം മറച്ചേക്കുന്നത്? അതങ്ങ് സമ്മതിച്ചേക്ക്. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആളുകൾ സംസാരിച്ചോ, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ആദേശം അവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോൾ മേജൻ അവനെ അവിടെ നിന്ന് തടഞ്ഞു നിർത്തുകയാണ്. നീ എവിടേക്കും പോകാൻ പോകുന്നില്ല, ഒരു കാര്യം നീ ശ്രദ്ധിച്ച് കേട്ടോ, എൻ്റെ സഹോദരന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ ആദേശം അവളുടെ കൈ പിടിച്ച് ചോദിക്കും, സംഭവിച്ചാൽ നീ എന്നെ എന്ത് ചെയ്യും? ഇത് കേൾക്കുമ്പോൾ മേജനും പറയും, നീ എന്നെ അത്ര താഴ്ന്നു കാണേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ സഹോദരൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ നിനക്ക് കാണിച്ചു തരാം, അത് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ എന്നോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് സത്യങ്ങളെല്ലാം നിന്റെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്ന നിന്റെ പാരൻസിനോട് തന്നെ പോയി ചോദിക്കുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ നിനക്ക് ഞാൻ ഒരു ക്ലൂ തരാം, അവർ നസീറുമായിട്ടൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, അത് മുറാത്തിനെ ഇവിടെ നിന്ന് നാട് കടത്താനാണ്, അതുകൊണ്ട് സത്യങ്ങളെല്ലാം അറിയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നീ നിന്റെ പാരൻസിനോട് തന്നെ പോയി ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ആദേശ് മേജൻ്റെ അടുത്തേക്ക് വരികയാണ്. അവൻ പറയും, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് സഹതാപമാണ് തോന്നുന്നത്, കാരണം നിന്നോട് ആകെ സത്യസന്ധമായിട്ട് നിൽക്കുന്നത് നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആദേശ് കർഹാൻ എന്ന് പറഞ്ഞ ഞാൻ തന്നെയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആകെ വിഷമായി അവൾ അവിടെ നിന്നും പോവുകയാണ്. മേജൻ നേരെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കും, നിങ്ങളിവിടെ എന്താണ് വലിയതായിട്ട് പ്ലാൻ ചെയ്യുന്നത്? നിങ്ങൾ നസീറുമായി പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ, മുറാത്തിനെ എവിടെ നിന്ന് നാട് കടത്താനായിട്ട്? ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇത് കേൾക്കുമ്പോൾ അവളുടെ അമ്മ പറയും, പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കണോ? നിനക്കതിന് കുഴപ്പമില്ല വിചാരിച്ച് ഞങ്ങൾക്ക് അതുപോലല്ല, എൻ്റെ മകനെ ഒരിക്കലും ജയിലിലേക്ക് അയക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ അവരവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആദേശ് അങ്ങോട്ട് വരുന്നത്. ആദേശിനെ കാണുമ്പോൾ ഹൈദറിന് നല്ല ദേഷ്യം വരികയാണ്. ഇതിനെല്ലാം കാരണം ഇവനാണ്, നീയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ഞങ്ങളുടെ ഫാമിലി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ അവളുടെ അമ്മയും ആദേശിനോട് പറയാണ്, നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ അവരവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. ആദേശാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് മുസൈൻ അങ്ങോട്ട് വരുന്നത്. എൻ്റെ മകനെ ആരും ഒരു അക്ഷരം പോലും പറയാൻ പാടില്ല, ഇതെല്ലാം ചെയ്തത് ഞാനാണ്, നിങ്ങളുടെ മകൻ്റെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഈ ഞാൻ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ മേജൻ്റെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ നിങ്ങളാണല്ലേ ഇത്രയും താഴ്ന്ന പരിപാടി കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ അവിടെ തിരക്ക് കൂടുകയാണ്. മേജൻ്റെ അമ്മ മുസൈനോട് വഴക്ക് കൂടുന്നു. ഇതെല്ലാം കേട്ട് മുസൈൻ മേജൻ്റെ അമ്മയുടെ മുടി പിടിച്ച് വലിക്കുന്നു. അപ്പോൾ ആസ്ലി അവരെ ഒന്ന് പിടിച്ചു മാറ്റുന്നു. അങ്ങനെ വലിയൊരു ബഹളം അവിടെ ഉണ്ടാവുകയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ആദേശിന് നല്ല ദേഷ്യം വരികയാണ്. മതി, എല്ലാവരും നിർത്തിക്കോ.
ആദേശിന് മുസൈനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അവൻ അവരോടെല്ലാവരോടും അവിടെ നിന്നും മാറി നിൽക്കാൻ പറയാണ്. എന്നിട്ട് ആദേശ് അവിടെ നിന്നും പോകും. ദേഷ്യന് നല്ല ദേഷ്യം വന്ന് മുസൈനോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നു? ഇത് ഞാൻ പ്ലാൻ ചെയ്യാത്ത കാര്യമാണല്ലോ നിങ്ങൾ ചെയ്തത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മുസൈൻ പറയും, ഞാൻ ചെയ്ത കാര്യങ്ങൾ കുറച്ച് കുറഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. അവരോട് എനിക്കൊരു സഹതാപവും ഇല്ല. കാരണം അവരെൻ്റെ ഭർത്താവിനെയും ജനിച്ചു വീണ പിഞ്ചു കുഞ്ഞിനെയുമാണ് കൊന്നത്. ഇതിനുള്ള ശിക്ഷ അവർക്കെല്ലാം കിട്ടാൻ പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം അതിൻ്റെ വെറും തുടക്കം മാത്രമാണ്. അതെല്ലാം ഞാൻ അവൻ്റെ മക്കളിലൂടെ തന്നെ അവൻ തിരിച്ചു കൊടുക്കാൻ പോവാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശിന് ഒന്നും പറയാനുണ്ടാവില്ല. ഇതെല്ലാം പറഞ്ഞ് വിഷമിച്ച് മുസൈൻ അവിടെ നിന്ന് പോകും. അപ്പോൾ ആസ്ലി ആദേശിനോട് പറയും, അമ്മ ചെയ്തത് തെറ്റാണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. അവർ ചെയ്തതിനുള്ള ശിക്ഷയെല്ലാം കിട്ടാൻ തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് അവരോട് ഒരു സഹതാപം തോന്നേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് ആദേശ് മേജൻ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കാണുന്നത്. അത് കാണുമ്പോൾ ആദേശ് വേഗം മേജൻ്റെ പിറകെ തന്നെ പോവാണ്. മേജൻ അവളുടെ കാറിൽ കയറി മുറാത്തിനെ തരാൻ വേണ്ടി പോവായിരിക്കും. ആദേശ് പറയും, നീ എവിടേക്കാണ് പോകുന്നത്? ഞാൻ എൻ്റെ സഹോദരൻ തെരഞ്ഞു പോവാണ്. എങ്ങനെയൊക്കെയാണെങ്കിലും അവൻ എവിടെന്നെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത് കേൾക്കുമ്പോൾ ആദേശ് മേജൻ്റെ കൈയും പിടിച്ച് അവൻ്റെ കാറിൽ കൊണ്ടുവരികയാണ്. നിന്റെ കൂടെ ഞാൻ എവിടേക്ക് വരുന്നില്ല. നിന്റെ ഒരു സഹായത്തിൻ്റെ ആവശ്യം എനിക്കില്ല. എൻ്റെ സഹോദരനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഇത് കേൾക്കുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വരികയാണ്. എനിക്കിപ്പോൾ എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാനേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഓപ്ഷൻ എനിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ നീ വീട്ടിലിരുന്നോ. ഇത് കേൾക്കുമ്പോൾ മേജന് വേറെ വഴിയില്ലാതെ അവൻ്റെ കൂടെ വണ്ടിയിൽ കയറി പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ നസീറിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. മേജൻ നസീറിനോട് ചോദിക്കും, എൻ്റെ സഹോദരൻ എവിടെ? ആദേശം മുറാത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നസീർ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും എന്താ എൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്നതാണോ? ആദേശ് പറയും, നിന്നോട് കാര്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. മുറാത്ത് എവിടെയാണ്? ആ കൊലയാളിയെ നീ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? കേട്ടിട്ട് മേജൻ തിരിച്ചൊന്നും പറയാതിരിക്കുന്നത് കാണുമ്പോൾ നസീർ ചോദിക്കും, ഓ അപ്പം നീയും ഇവൻ്റെ കൂടെ കൂടിയതാണല്ലേ? ഇത് നിന്നിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മേജൻ. എല്ലാം കേൾക്കുമ്പോൾ ആദേശിന് നല്ല ദേഷ്യം വരും. നീ മര്യാദക്ക് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ നോക്ക്. അവനെ എവിടെയാണ് നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ നസീർ പറയും, ഞാൻ ആരെയും എവിടെ ഒളിപ്പിച്ച് വെക്കാനൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ അവനോട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞതാണ്. പക്ഷേ അവൻ അവിടേക്ക് വന്നില്ല. അവൻ എവിടെയാണെന്ന് എനിക്ക് പറയില്ല. ഇത് കേൾക്കുമ്പോൾ ആദേശം നല്ല ദേഷ്യം വരും. അപ്പോൾ അവൻ പറയും, നീ ഇവിടെ നിന്ന് ദേഷ്യം പിടിക്കാതെ വേഗം നീ എൻ്റെ കാറിൽ കയറി സ്ഥലം വിട്ടോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് നസീർ അവനോട് വിരൽ ചൂണ്ടി സംസാരിക്കായിരിക്കും. ഇത് കാണുമ്പോൾ ആദേശം നല്ല ദേഷ്യം വന്ന് അവൻ്റെ കൈ അവിടെ നിന്ന് തട്ടി മാറ്റും. അങ്ങനെ അവരൊരു പ്രശ്നം ഉണ്ടാകുന്നത് കാണുമ്പോൾ അവിടേക്ക് അവൻ്റെ സഹോദരിയായ ദമ്മത്ത് വരികയാണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് കാണിക്കുന്നത്? അപ്പോൾ മേജൻ ദമ്മത്തിനോട് പറയും, ദമ്മത്ത് നീ ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് മേജൻ നല്ല രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ദമ്മത്തിന് ഇത് കേൾക്കുമ്പോൾ വിഷമാവാണ്. എന്തിനാണ് ഇപ്പോൾ ഈ ബഹളം? നമ്മളെല്ലാവരും നല്ല സുഹൃത്തുക്കളല്ലേ എന്ന് ദമ്മത്ത് അവളോട് ചോദിക്കും. ഇതെല്ലാം കാണുമ്പോൾ ആദേശിന് അവരുടെ പ്രശ്നം വഷളാവണമെന്ന് വിചാരിച്ചിട്ട് അവൻ വേഗം നമുക്ക് അവിടെ നിന്നും പോകാമെന്ന് പറഞ്ഞ് മേജനെ കൊണ്ടുപോകും. മേജൻ ദമ്മത്തിനോട് അവൾ പറഞ്ഞതിന് അവളോട് സോറി ചോദിച്ചിട്ട് അവിടെ നിന്ന് വേഗം പോകും. അവർ ഒരുപാട് അന്വേഷിച്ചിട്ടും മുറാത്തിനെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ അവരൊരു സ്ഥലത്തെത്തുമ്പോൾ വണ്ടി നിർത്താണ്. അവർ രണ്ടുപേരും ആ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങും. മേജൻ പറയും, എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ എല്ലാ സ്ഥലത്തും അവൻ അന്വേഷിച്ചു, പക്ഷേ അവൻ എവിടെയും കാണുന്നില്ല. എനിക്കിപ്പം എൻ്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല. എനിക്ക് അവിടെയുള്ള ആൾക്കാരെയും എൻ്റെ ബാല്യകാലവും എൻ്റെ സഹോദരനെയും എല്ലാം എനിക്ക് ഒരുമാതിരി അപരിചിതരായിട്ടാണ് തോന്നുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് പറയും, നീ ഇപ്പോൾ ആ കാര്യമൊന്നും ആലോചിക്കേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് മുറാത്തിനെ കണ്ടുപിടിക്കണം. അപ്പോഴാണ് ജമാൽ ആദേശ് വിളിക്കുന്നത്. മുറാത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറയും. ഇതെല്ലാം കൂടിയാകുമ്പോൾ മേജൻ ആകെ വിഷമാവുകയാണ്. അവൾ അവിടെ ഒരു ബെഞ്ച് ഉണ്ടാവും, അതിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. അവൾ ഈ കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ആദേശിനും വിഷമാവും. അങ്ങനെ ആദേശം അവളുടെ കൂടെ തന്നെ ആ ബെഞ്ചിൽ പോയിരിക്കുകയാണ്. ആദേശ് അവളുടെ അടുത്ത് നിന്നിരിക്കുമ്പോൾ മേജൻ അവനോട് ചോദിക്കും, നിങ്ങളെന്താണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് നിങ്ങളല്ല എന്നോട് പറയാതിരുന്നത്? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ഞാനും എന്നെക്കുറിച്ച് അങ്ങനെ എക്സ്പ്ലനേഷൻ ആർക്കും കൊടുക്കാറില്ല. അതിനുശേഷം മേജൻ അവളുടെ സഹോദരനെ കുറിച്ച് ആലോചിച്ച് കരയാണ്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് അവൾ ഒരുപാട് വിഷമിച്ച് അവിടെ ഇരുന്ന് കരയാണ്. ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, പ്രശ്നം അവൻ്റെതല്ല, നിന്റെ തന്നെയാണ്. ഈ ലോകം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. ഇവിടെയുള്ളവരെല്ലാം വളരെ മോശക്കാരാണ്. അതെല്ലാം നമ്മൾ പൊരുത്തപ്പെട്ടു പോകണം. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ആദേശിനോട് ചോദിക്കും, എങ്ങനെയാണ് ഇവിടെയുള്ളവരെല്ലാവരും മോശക്കാരാണെന്ന് വിചാരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്? നമുക്ക് എവിടെയെങ്കിലും ആരുടെങ്കിലും ഒരു വിശ്വാസമോ സ്നേഹമോ എന്തെങ്കിലും ആശ്രയമോ ഒക്കെ വേണ്ടേ? നിങ്ങൾക്ക് എങ്ങനെ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത്? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, നമ്മൾ ആശ്രയിക്കേണ്ടത് മറ്റൊരാളെ അല്ല, നമ്മളെ തന്നെയാണ്. നമ്മൾ സ്നേഹിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും എല്ലാം നമ്മളെ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ മറ്റൊരാൾക്ക് നമ്മളെ നോവിക്കാനാവില്ല. ഈ ലോകത്ത് ദുഷ്ടന്മാരും മോശക്കാരായവരും എല്ലാവരും ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാവരെയും അതുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. ഒരിടത്ത് തിന്മയുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു നന്മയില്ലാതിരിക്കില്ല. മേജൻ പറയുന്ന കാര്യമെല്ലാം ആദേശം കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് മേജൻ തണക്കുന്ന കാര്യം ആദേശം ശ്രദ്ധിക്കുന്നത്. അവൻ ധരിച്ചിരിക്കുന്ന കോട്ടൂരി അവളുടെ മേത്ത് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. അവർ രണ്ടുപേരും അവിടെ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. മേജനാണെങ്കിൽ ആദേശിന്റെ തോളത്ത് ചാരികൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. ആദേശാണ് ആദ്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്ന് ഉറങ്ങുന്നത് കാണുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ പെട്ടെന്ന് ഉണരുന്നത്. അങ്ങനെ അവൻ ഉറങ്ങിയതുപോലെ തന്നെ അവിടെ കിടക്കുകയാണ്. അവൾ എഴുന്നേറ്റിട്ട് പറയും, നമ്മൾ രണ്ടുപേരും അറിയാതെ സംസാരിച്ചുറങ്ങിപ്പോയല്ലേ, എന്തായാലും നമുക്കിനി വീട്ടിലേക്ക് പോകാം. അതിനുശേഷം അവർ രണ്ടുപേരും മേജന്റെ ഫാമിലി മുൻപ് താമസിച്ചിട്ട് വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ മുറാത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് മേജൻ അങ്ങോട്ട് വരുന്നത്. അവൾ വിചാരിച്ച പോലെ തന്നെ അവിടെ മുറാത്ത് ഉണ്ടാവും. മേജന് മുറാത്തിനെ കാണുമ്പോൾ നല്ല സന്തോഷമാവും. അവൾ ഓടി
ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കും. പക്ഷേ മുറാത്തിനാണെങ്കിൽ അദേശിനെ അവിടെ കാണുമ്പോൾ നല്ല ദേഷ്യം വരികയാണ്. എൻ്റെ ജീവിതം നശിപ്പിച്ച ആൾ നീയാണ് ഇതിനെല്ലാത്തിനും കാണുമെന്ന് പറഞ്ഞ് മുറാത്ത് അദേശിനെ അടിക്കാൻ വരുമായിരിക്കും. അപ്പോഴേക്കും അദേശ് മുറാത്തിനെ തിരിച്ചടിക്കും. ഇതെല്ലാം കാണുമ്പോൾ മേജർ അങ്ങോട്ട് വന്ന് അദേശിനെ അവിടെ തടയാണ്. മേജർ മുറാത്തിനോട് പറയും, നീ നിന്റെ തെറ്റുകളെല്ലാം സമ്മതിച്ച് ജയിലിലേക്ക് പോകുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നീ ഈ കാലമെല്ലാം ഓർത്ത് ഒരുപാട് തവണ പശ്ചാത്തപിക്കേണ്ടി വരും. നിനക്ക് ഇതെല്ലാം ഓർത്ത് നീർ ജീവിക്കേണ്ടി വരും നിന്റെ ജീവിതകാലം മുഴുവൻ. ഇതെല്ലാം കേൾക്കുമ്പോൾ മുറാത്തിന് അവൾ പറയുന്നത് ശരിയാണെന്ന് തോന്നും. അതെ, ഞാൻ സമ്മതിക്കുന്നു, ഞാനാണ് തെറ്റ് ചെയ്തത്. ഇനി ഞാൻ ജയിലിലേക്ക് പോകാൻ തയ്യാറാണ്. പക്ഷേ അതിനു മുൻപ് എനിക്ക് അവരെല്ലാവരെയും കണ്ടോ ഒന്ന് യാത്ര പറയണം അവസാനമായിട്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി അവൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തി മുറാത്ത് എല്ലാവരോടും യാത്ര പറയായിരിക്കും. അങ്ങനെ അവൻ വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ ആരോ ഷൂട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ട് എല്ലാവരും ഷോക്കായി പോവാണ്. അദേശും മേജറിൻ്റെ ഫാമിലിയും എല്ലാവരും ഷോക്കാവുന്നുണ്ട്. ഇവനെ ഷൂട്ട് ചെയ്തത് ആരാന്ന് വെച്ചാൽ മരിച്ചു പോയ ആ പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു. ഇതിനെല്ലാം പിറകെ മുസൈനായിരുന്നു. മുസൈനാണ് അവർക്ക് ഗണ്ണെല്ലാം കൊടുത്ത് അവനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ വെടിയേറ്റ മുറാത്ത് അവിടെ കിടന്ന് പെടയായിരിക്കും. ഇതെല്ലാം കണ്ട് മേജറിൻ്റെ ഫാമിലിയും മേജറും എല്ലാം അവനെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. പക്ഷേ അവൻ എഴുന്നേക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ അദേശ് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. അവൻ്റെ ചെവിയിൽ പറയും, ഞാൻ താഹിറാണ്. എൻ്റെ സഹോദരിയുടെ മരണത്തിന് വേണ്ടി പ്രതികാരം ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ സത്യം അറിയാതെ നീ ഒരിക്കലും മരിക്കാൻ പാടില്ലെന്ന് മുറാത്തിനോട് അദേശ് പറഞ്ഞ് അവിടെ നിന്നും പോകാൻ നിൽക്കുകയായിരിക്കും. മുറാത്ത് ഒരുപാട് തവണ ഇത് താഹിറാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനെ കൊണ്ടത് കഴിയുന്നില്ല. അങ്ങനെ അദേശ് പോകുന്നത് കാണുമ്പോൾ മേജർ നല്ല ദേഷ്യം വരികയാണ്. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ്. നീ കാരണമാണ് എൻ്റെ സഹോദരൻ ഇപ്പോൾ മരിക്കുന്നത്. നീ കാരണം ഞങ്ങളുടെ കുടുംബം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബായ്.